നമസ്കാരം. ഇന്ന് മാർച്ച് 6 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വീട്ടിലേക്ക് ഐശ്വര്യത്തെയും പോസിറ്റീവായ ഊർജത്തെയും കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. കാരണം മാർച്ച് 6 എന്ന ഇന്നേ ദിവസം ഒരു സാധാരണ വെള്ളിയാഴ്ചയല്ല, ചില പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വെള്ളിയാഴ്ചയും ഒപ്പം ഭഗവതിയുടെ സംഖ്യയായി പരാമർശിക്കുന്ന നമ്പറായി പരാമർശിക്കുന്ന 6 ഒന്നിച്ചു വരുന്നു എന്നത് പ്രത്യേകതയാണ്. അതിനാൽ തന്നെ ഇന്ന് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം, അനുഗ്രഹം ഏറ്റവും കൂടുതലായും അനുഭവപ്പെടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകമായും പ്രവർത്തിക്കണം. ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങൾക്കും, ഏതൊരു പ്രാർത്ഥനകൾക്കും, വഴിപാടുകൾക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം, അത് ഇരട്ടി ഫലമാണ് എന്ന് പറയാം. അപ്രകാരം അനുകൂല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്താണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ, ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം വീടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കായി ഈ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കേണ്ടത്. ഇന്നത്തെ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്ന് അതിരാവിലെ തന്നെ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. വീടുകളിൽ നിർബന്ധമായും ഇന്നേ ദിവസം അതിരാവിലെ വിളക്ക് തെളിയിക്കണം. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ വീടുകളിൽ തീർച്ചയായും ദേവിയുടെ നാമങ്ങൾ ജപിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം കൂടി നടത്തണം. അത് ദേവീ ക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തണം. ഇന്നേ ദിവസം അടുത്തുള്ള ഒരു ദേവീ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. എന്നാൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം വിശേഷാൽ ഫലം നൽകുവാൻ സാധിക്കുന്ന ഈ പരാമർശിക്കുന്ന വഴിപാടുകൾ കൂടി നടത്തുക. അതിൽ ആദ്യത്തേത് ദേവിക്ക് നെയ്വിളക്ക് ഇന്നേ ദിവസം വഴിപാടായി നടത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പൂമാല ദേവിക്ക് ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതോടൊപ്പം കടും പായസം കൂടി വഴിപാടായി നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. അപ്രകാരം വഴിപാടായി സമർപ്പിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കണം. ഗൃഹത്തിലെ പൂജകൾക്കും അഥവാ ഇന്നേ ദിവസം വീടുകളിൽ തന്നെ തീർച്ചയായും നിങ്ങൾ പൂജകൾ ചെയ്യുന്നത് ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും വിശേഷം തന്നെയാണ്. അതിൽ ഒന്നാണ് തീർച്ചയായും ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് വീടുകളിൽ ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും വിളക്ക് തെളിയിച്ച് ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുക എന്ന കാര്യം. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം 5 തിരിയിട്ട ഭദ്രദീപം, അതും നെയ്വിളക്ക് തന്നെ ഇന്നേ ദിവസം ദേവിക്ക് തെളിയിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം. ഇന്നേ ദിവസം ദേവിക്ക് മധുരപലഹാരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം, ഫലവർഗങ്ങൾ സമർപ്പിക്കാം. അല്ലെങ്കിൽ ഇന്നേ ദിവസം ദേവിക്ക് പായസമാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ ദേവിക്ക് പുഷ്പങ്ങളാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അതിരാവിലെ ചെയ്യാം. സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് ചെയ്യാം. സന്ധ്യാസമയത്ത് ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായി തീരും. ധനപരമായ അഥവാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത് മാറാനും ഐശ്വര്യവർദ്ധനവിനുമായും ഈ ദിവസം ഉപ്പ് ദീപം നിങ്ങൾ തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്, സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് പറയാം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാമജപത്തിനാണ്.
നാമജപത്തിന് ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം മഹാലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുക എന്നത് ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിരാവിലെ നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ ജപിക്കാം. ക്ഷേത്ര ദർശന വേളയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിച്ച് മഹാലക്ഷ്മി പ്രീതി വീടുകളിലേക്ക് ആനയിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ഇനി അഥവാ രാത്രിയിലാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ദേവീ മന്ത്രങ്ങൾ ജപിക്കാം. ഇന്നേ ദിവസം ഭക്തിയോടെ അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ഏവരും ചൊല്ലുവാൻ ശ്രമിക്കണം. അതോടൊപ്പം ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ പലർക്കും അത് സാധിക്കുന്നില്ല എങ്കിൽ ലളിത സഹസ്രനാമം ഇന്നേ ദിവസം വീടുകളിൽ മുഴങ്ങുന്നത് നിങ്ങൾ കേൾക്കുന്നത് അത്രമേൽ വിശേഷമാണ്. നിങ്ങൾക്ക് ഇവ ജപിക്കുവാൻ അറിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം ഈ സ്തോത്രങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ പുണ്യം നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ഇന്നേ ദിവസം പൂർണ്ണമായും വ്രതശുദ്ധിയോടെ തന്നെ, അതായത് ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക. ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കാരണം ദേവിക്ക് അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട കാര്യം അന്നദാനത്തിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സംഖ്യ നൽകി അന്നദാനത്തിന്റെ ഭാഗമാകുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഒരു തുളസിയില നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യവർദ്ധനവിനും ഏറ്റവും ഉത്തമം തന്നെയാണ്. എന്നാൽ വാടുന്നതിന് മുൻപ്, അതായത് ആ തുളസിയില കേടാകുന്നതിന് മുൻപ് തന്നെ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് തന്നെ അവ മാറ്റേണ്ടതും അനിവാര്യമാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. അതിനാൽ ഇന്നേ ദിവസം അതിരാവിലെ തന്നെ അല്ലെങ്കിൽ കേൾക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും ഒരു തുളസിയില നിങ്ങൾ പൊട്ടിച്ച് നിങ്ങളെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. അതായത് വൈകുന്നേരം സമയത്തും രാത്രി സമയത്തും തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. അതിനു മുൻപ് ഈ ഒരു കാര്യം കേൾക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ഇന്നേ ദിവസം പ്രവർത്തിക്കാം. അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാണ് എങ്കിലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം. ഈ ഒരു കാര്യം തീർച്ചയായും ഏവരും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ പ്രധാനമായും ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കുന്ന പായസം, മധുരപലഹാരങ്ങൾ അത് അയൽവക്കങ്ങളിലേക്ക് നൽകുന്നതും വിശേഷം തന്നെയാണ്. അതും മഹാലക്ഷ്മി പ്രീതി കടന്നു വരുന്നതിന് സഹായകരമായി തീരും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിലെ അരിപ്പാത്രം അത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ കുങ്കുമത്തിലകം ചാർത്തുന്നതും വിശേഷം തന്നെയാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. ഇനി രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ സമയത്താണ് എങ്കിലും ചെയ്യാം. എന്നാൽ അരി സൂക്ഷിക്കുന്ന ആ കാര്യങ്ങൾ, അതായത് ആ പാത്രം ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം. താഴെ വയ്ക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മുകളിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മാറാമ്പുര പോലുള്ള കാര്യങ്ങൾ പൊടി പിടിച്ചിരിക്കുന്നത് ശുഭകരമല്ല. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുവാണ് അരി. അതിനാൽ അരി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിനും പ്രാധാന്യം നൽകണം. ഈ കാര്യങ്ങൾ ഏവരും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക.